വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യാക്കോബ് 2-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നത് സ്നേഹത്താൽ മാത്രമാണ്. വളരെ ത്യാഗത്തോടെയും സ്നേഹത്തോടെയും 10 മാസത്തോളം തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ വഹിക്കുന്ന അമ്മ. ജനിച്ചതിന് ശേഷം അവൾ കുഞ്ഞിനെ അമ്മയുടെ പാൽ കൊണ്ട് പോഷിപ്പിക്കുന്നു. അമ്മ തൻ്റെ അനന്തമായ സ്നേഹം കുഞ്ഞിന്മേൽ ചൊരിയുന്നു. അസുഖമുള്ള കുഞ്ഞിനെ അവൾ വളരെ ശ്രദ്ധിക്കുന്നു, നല്ല രീതിയിൽ വളർത്തുകയും ചെയ്യുന്നു. കർത്താവായ യേശു ഒരു അമ്മയുടെ സ്നേഹം പോലെ ദൈവിക സ്നേഹത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. യെശയ്യാവ് 66-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവന്റെ അമ്മ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നവൻ പറയുന്നു. യെശയ്യാവ് 49-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. നമ്മുടെ കർത്താവിൽ നിന്ന് അത്തരം സ്നേഹം ലഭിച്ച നാം അത് മറ്റുള്ളവരോടും പ്രകടിപ്പിക്കണം. പുതിയ നിയമത്തിൽ സ്നേഹത്തിന്റെ 2 കൽപ്പനകളുണ്ട്. ഒന്നാമതായി നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കണം. രണ്ടാമതായി നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും തൻ്റെ സഹോദരനെ വെറുക്കുകയും ചെയ്താൽ അവനൊരു നുണയനാണ്. താൻ കണ്ടിട്ടുള്ള അവൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ താൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ ചോദിക്കുന്നത് നമുക്ക് കാണാം. കർത്താവായ യേശു ചോദിച്ചു, എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള അംഗീകാരം എന്താണ്? പാപികൾ പോലും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്തു ബഹുമതി? എന്തെന്നാൽ പാപികൾ പോലും അത് തന്നെ ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നന്മ ചെയ്യുക, പകരം ഒന്നും പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുക. നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കും. എന്തെന്നാൽ അവർ നന്ദികെട്ടവരോടും ദുഷ്ടന്മാരോടും ദയ കാണിക്കുന്നു. ഇത് ലൂക്കോസ് 6-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സ്വയം ന്യായീകരിക്കാൻ ആഗ്രഹിച്ച ഒരു അഭിഭാഷകൻ യേശുവിനോട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുന്നത് ലൂക്കോസ് 10-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറുപടിയായി കർത്താവ് നല്ല ശമരിയക്കാരന്റെ ഉപമ പറഞ്ഞു. എരിഹോവിലേക്കുള്ള വഴിയിൽ പാതി മരിച്ച മനുഷ്യനെ സഹായിക്കാൻ പുരോഹിതനോ ലേവ്യനോ മുന്നോട്ടു പോയില്ല. എന്നാൽ തൊട്ടുകൂടാത്തവനും താഴ്ന്ന ജാതിക്കാരനുമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു ശമരിയക്കാരൻ മാത്രമാണ് അദ്ദേഹത്തെ സഹായിച്ചത്. അങ്ങനെ അവൻ അവന്റെ അടുക്കൽ ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ കെട്ടി. അവൻ അവനെ സ്വന്തം മൃഗത്തിൽ കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുവന്ന് പരിപാലിച്ചു എന്ന് ലൂക്കോസ് 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. കരുണയുടെ അടിസ്ഥാനം സ്നേഹമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ കരുണ നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു. അത് ത്യാഗപരമാണ്. ഇന്ന് സമൂഹത്തിൽ ഒരേ തരത്തിലുള്ളവരോട് മാത്രമാണ് പലരും തങ്ങളുടെ സ്നേഹം കാട്ടുന്നത്, അല്ലെങ്കിൽ വിദ്യാസമ്പന്നർക്ക് നേരായി. കർത്താവായ യേശു അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും നമ്മെ തേടി ഇറങ്ങി വരില്ലായിരുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് കഴിയുന്നത്ര ആളുകളോട് നിങ്ങളുടെ ദൈവിക സ്വഭാവം കാണിക്കുക. നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ടായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 13-ാം അധ്യായം 2-ാം വാക്യം. അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 14-15 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 17-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.